എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഏതായാലും ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. പക്ഷേ ഞായറാഴ്ച രാവിലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടതല്ലാതെ പിന്നെ ഞാൻ ഒന്നും ഇട്ടില്ല. കാരണം ഞാൻ അത്രയ്ക്ക് എൻ്റെ മനസ്സുകൊണ്ട് തകർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് തോന്നി എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്ന്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാനൊരു ഷീൽഡ് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടല്ലോ, ഇതെൻ്റെ വീടാണ്, ഞാനിപ്പോൾ താമസിക്കുന്ന വീട്. ഞാൻ ജനിച്ചു വളർന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് കരിമണ്ണൂർ എന്ന് പറയുന്നൊരു കൊച്ചു ഗ്രാമമുണ്ട്. വളരെ മനോഹരമായൊരു ഗ്രാമം. ആ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. ആ ഗ്രാമത്തിൽ തന്നെ പള്ളിക്കാമുറി എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഞാൻ ജനിച്ചത് കോതമംഗലത്താണെന്ന് പറയുന്നുണ്ട്, പക്ഷെ എനിക്കറിയില്ല. ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ഈ കരിമണ്ണൂരുള്ള പള്ളിക്കാമുറി എന്ന സ്ഥലത്തായിരുന്നു. തോടും പാടവും, അയ്യോ, മനസ്സിപ്പോഴും ഞാൻ അവിടെ തന്നെയാണ്. എൻ്റെ 16 വയസ്സ് വരെ ഞാനിവിടെ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ആ കാലഘട്ടത്തിൽ നിന്നും ഞാനിപ്പോഴും ഇവിടെ അങ്ങോട്ട് പോന്നിട്ടില്ല. 10ാം ക്ലാസ് വരെ ഞാൻ അവിടെ പഠിച്ചു. 10 കഴിഞ്ഞിട്ട് 2 വർഷം ഞാനവിടെ കൂലിപ്പണിക്കൊക്കെ പോയി. അത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് സ്ഥലം വിറ്റ് തൃശ്ശൂർ ഈ മരൂട്ടിച്ചാൽ എന്ന് പറഞ്ഞ മലയോര ഗ്രാമത്തിലേക്ക് വന്നു. ഇടുക്കി ജില്ലയിലെ ഒരു സ്ഥലമാണ് കരിമണ്ണൂരെങ്കിലും അതൊരിക്കലും ഒരു മലയോര പ്രദേശമല്ല. നല്ലൊരു അതിമനോഹരമായൊരു ഗ്രാമമാണ്. പള്ളികളും സ്കൂളുകളും ഒക്കെ ഉള്ള ദേവാലയങ്ങളും, പള്ളികൾ, ദേവാലയം എന്ന് പറഞ്ഞ ക്ഷേത്രങ്ങൾ കേട്ടോ, അമ്പലങ്ങൾ, മുസ്ലിം പള്ളിയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളൊരു നല്ല ഗ്രാമമാണ് കരിമണ്ണൂർ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ഒരുപാട് ദീർഘിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ രണ്ടാക്കും കേട്ടോ. രണ്ടും നിങ്ങൾ കാണണം എല്ലാവരും. എന്നിട്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങൾ അന്ന് താമസിച്ചിരുന്നൊരു റോഡ് പുറമ്പോക്ക് ഭൂമിയായിരുന്നു. അവിടെ വലിയ മഴയൊക്കെ വരുമ്പോൾ വെള്ളമൊക്കെ കയറും. ഓല മറ വെച്ച ഒരു വീട്ടിലാണ് ഞാൻ താമസിച്ചത്. പിന്നീട് അങ്ങോട്ട് കാലം കഴിയും തോറും ആ വെള്ളം നിറഞ്ഞിരിക്കുന്ന ഭാഗമൊക്കെ ഇങ്ങനെ മണ്ണ് വന്ന് കയറി ഫില്ലായി. പിന്നെ ഓല മറയൊക്കെ നമ്മൾ പച്ചക്കട്ട ചവിട്ടി കൂട്ടി അതിനൊരു കട്ടപ്പെട്ടിയുണ്ട്. അതിൻ്റെ അകത്ത് മണ്ണ്, ചെളിക്കുഴ മണ്ണ് നിറച്ച് കട്ട പിടിച്ച് വെച്ച് വെയിൽ കൊണ്ട് ഉണങ്ങി കഴിയുമ്പോൾ അത് എല്ലാ സൈഡൊക്കെ ഇങ്ങനെ ചെത്തി വെടുപ്പാക്കി അട്ടിയിട്ട് വെച്ച് പിന്നെ നമ്മളത് ആരെയും കൊണ്ടും പണിക്കാരെ കൊണ്ടും മിക്കവാറും അത് ചെയ്തത്. എൻ്റെ വീടൊക്കെ ചെയ്തത് അമ്മയുടെ അനിയത്തിയുടെ ഒരു ഭർത്താവുണ്ട്, ആളാണ്. അങ്ങനെയൊക്കെ നല്ല വീടൊക്കെ ഉണ്ടാക്കി. നല്ല വീടെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തൊക്കെ അത് നമുക്ക് സ്വർഗമായിരുന്നു. അങ്ങനെ പിന്നെ സ്കൂൾ വിട്ട് വന്നിട്ട് പറമ്പിലൊക്കെ വിറകിനൊക്കെ റബ്ബർ വലിയ കാറ്റും മഴയൊക്കെ ഉള്ള സമയത്തൊക്കെ ഞങ്ങൾ പിള്ളേരുകളൊക്കെ, അന്ന് കുറേ പിള്ളേരുണ്ട് കൂട്ടിനായിട്ട്. പിള്ളേരുകളൊക്കെ തോട്ടത്തിൽ കിടക്കെ വിറകൊക്കെ പറക്കി നടന്ന്. പിന്നെ ഞങ്ങൾക്കൊരു പശു ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂൾ വിട്ട് വന്നാൽ പശുവിന് പുല്ലരിയാനായിട്ട് പോകും. ഒരു ദിവസം ഞാനിങ്ങനെ, എൻ്റെ ചേച്ചിയുണ്ട് അംബിക ഇങ്ങനെ തോട്ടത്തിൽ പുല്ല് പറിക്കും. ഇങ്ങനെ കുറേ പുല്ല് പറയുമ്പോൾ അപ്പം അരിഞ്ഞെടുക്കുന്നേക്കാൾ ഭേദം ഇങ്ങനെ 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 പറിച്ച് കൊടുത്താൽ കുറേ പുല്ലാവും. അപ്പോൾ എന്നോട് ഞങ്ങൾ തമ്മിൽ സംസാരിക്കും, നീ ഇവിടെ നിന്ന് പുല്ല് പറിക്കുകയാണോ അതോ പുല്ല് കൊണ്ട് വീട്ടിലിടുകയാണോ ചെയ്യുക? അപ്പോൾ എനിക്ക് അവിടെ നിന്ന് പറിക്കാൻ പേടിയാണ്. അപ്പോൾ കൊണ്ട് നടന്ന് വീട്ടിൽ കൊണ്ടാക്കുകയാണെങ്കിൽ എളുപ്പമാണല്ലോ. അങ്ങനെ ഒരു പാലത്തെ കയറണം. പറയടത്തുകാരുടെ പറമ്പിലാണ് നമ്മൾ പുല്ല് പറിക്കണത്. എന്നിട്ട് കൊല്ലമ്പാട്ടക്കാരുടെ പറമ്പിൽ കൂടെ വേണം നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഈ 2 പറമ്പും തമ്മിൽ ഇടയ്ക്കൊരു വലിയ തൊണ്ടുണ്ട്. ആ തൊണ്ടിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് കമുകിൻ്റെ തടികൾ കൂട്ടിക്കെട്ടി ഇട്ടിട്ടാണ്. അപ്പോൾ ആ കമുകക്കടെ ഒരു കൈപിടിയൊക്കെ ഉണ്ടാവും. ഞാനിങ്ങനെ തല നിറച്ച് പുല്ല് കൊണ്ട് പോകുമ്പോൾ ഈ നീളം കുറഞ്ഞ, ഒരുപാട് നീളമില്ലാത്ത പുല്ല്. അപ്പോൾ ഈ കെട്ടുന്നതിൻ്റെ ഒരു പ്രശ്നം കാരണമാണോ എന്താണോ അങ്ങനെ കണ്ണൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. തലയൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിപ്പോയിട്ടുണ്ടാവും പുല്ലുകെട്ടിനുള്ളിൽ. അങ്ങനെ പോരുമ്പോൾ ഒരു റീന എന്ന് പറഞ്ഞ പെങ്കൊച്ച് ഇങ്ങനെ ഓപ്പോസിറ്റ് വന്നിട്ട്, പരിസരത്തൊന്നും ഒരാളും ഇല്ല, നമ്മളാരെയും കണ്ടിട്ടില്ല. ഇങ്ങനെ പോരുമ്പോൾ, മനുചേച്ചി പുല്ലിന് പോയതാണെന്ന് ചോദിച്ചു. ഞാൻ അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞ് ബഹളം വെച്ച് ഈ പുല്ലുകെട്ട് ആ കൊച്ചിനെ മെത്തിക്കിട്ടു. ആ കൊച്ച് ഞെട്ടിപ്പോയി, ഇതെന്താണാവോ എന്ന് ഓർത്തിട്ട്.
അതൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ മനസ്സിൽ ഓർമ്മ കേട്ടോ. അങ്ങനെയൊക്കെ. പിന്നെ ഞങ്ങൾ ഓലമേഞ്ഞ വീടാന്ന് പറഞ്ഞില്ലേ, എൻ്റെ അമ്പിയൊക്കെ എന്ന് പറഞ്ഞ എൻ്റെ ചേച്ചി, അവൾക്ക് രാത്രി ഉറക്കമില്ല, ഒരു പേടിയില്ല. രണ്ട് ബാറ്ററിയുടെ അയ്യോ ആ ബാറ്ററിയുടെ പേര് പറഞ്ഞു പോയില്ല, എവറഡി, എവറഡിയുടെ രണ്ട് ബാറ്ററിയുടെ ടോർച്ച് ഉണ്ടാവും. ആ ടോർച്ച് കൊണ്ട് ഓല പരിക്കകത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ മുകളിലേക്ക് നോക്കുമ്പോൾ വെളിച്ചം കാണാം. നല്ല നിലാവുള്ള സമയത്തായിരിക്കും കേട്ടോ. നേരം വെളുത്തെന്ന് പറഞ്ഞിട്ട് ഇവളെ എന്നെ കൊണ്ടുപോകും. കൊണ്ടുപോയിട്ട് ഏതെങ്കിലും റോഡിൽ കൊണ്ട് നിർത്തിയിട്ട് അടുത്ത തോട്ടത്തിൽ കയറി അവൾ കണ്ടു വെച്ചിട്ടുണ്ടാവും ചൂട്ട് എവിടെയെങ്കിലും വീണ് നിൽക്കണതോ കിടക്കണതോ, അല്ലെങ്കിൽ മുകളിൽ ഉള്ളതോ, മുകളിൽ പഴുത്ത് നിൽക്കണ കണ്ടുണ്ടാവും. അത് ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ അവിടെ ഇല്ലെങ്കിൽ താഴെ ഉണ്ടാവും. അങ്ങനെ ഒരു 3-4 ചൂട്ട് വലിച്ച് കൊണ്ട് എൻ്റെ അടുത്ത് വരും. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ നിറച്ച് ഒരു 5-8 എണ്ണം വീതം രണ്ടാളും കൂടി വലിച്ച് വീട്ടിൽ കൊണ്ടുവരും. കൊണ്ടുവന്നു കഴിഞ്ഞ് പകലമ്മ അതെല്ലാം അതിൻ്റെ കവളം മടക്കലാന്ന് പറയുമല്ലോ, കടഭാഗം, അത് വെട്ടി ഒക്കെ വിറകാക്കും. ഈ ചൂട്ടിൻ്റെ തലയ്ക്കും അങ്ങറ്റം പാകത്തിന് വെട്ടിയെടുത്തിട്ട് അമ്മ ചൂലുണ്ടാക്കിയിട്ട് വീടുകളിലൊക്കെ വിൽക്കും. അങ്ങനെയൊക്കെ. എന്നിട്ട് ഈ ഓല നടുവ് കീറി കനം കുറച്ചിട്ട് കെട്ടി തോട്ടിൽ കൊണ്ടുപോയിട്ട് വെള്ളം അവിടെ ഇവിടെയൊക്കെ അങ്ങനെ കെട്ടി കെട്ടി നിൽക്കണ്ടാവുമല്ലോ, ആ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഭാരമുള്ള കല്ലുകൾ കയറ്റി വയ്ക്കും. അപ്പോൾ ഇത് വെള്ളത്തിൽ മൊത്തം ഇങ്ങനെ താന്ന് കിടക്കും. അതിന് 3-4 ദിവസം കഴിയുമ്പോൾ ചെന്നിട്ട് ഈ കല്ലൊക്കെ പിറക്കി മാറ്റി ആകെ ഇങ്ങനെ ചീഞ്ഞ് നിന്നിട്ടുണ്ടാവും. അത് നല്ലോണം കഴുകി വാരിക്കെട്ടി വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിന്നെ ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ എല്ലാവരും ഇങ്ങനെ നിരന്നിരുന്നിട്ട് ഓലമടയും വീട് മേയാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ ഒക്കെയുള്ള ഒരു കാലം. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു പാടമുണ്ട്. പന്നിയാണ് കാൽപ്പെരുമാറ്റം. എൻ്റെ നമ്പറാണ് ഉള്ള ജീവിതത്തിൽ പോയി മോള് ബാത്റൂമിൽ പോയതാ. ഇതെന്താണോ ഒന്നാമത് ഒറ്റയ്ക്ക് താമസിക്കുന്നതായിരുന്നേ, കതകിൻ്റെ മുട്ടൊക്കെ കിട്ടും. ഇതിലാണെങ്കിൽ ഒരു കാൽപ്പെരുമാറ്റം പോലെ കിട്ടും. അത് പന്നിയാണോ എന്താണോ, അതാണെങ്കിൽ അവൻ കുരയ്ക്കേണ്ടതാണ്, പക്ഷെ മോള് കുരയ്ക്കാത്തോളം നടന്നതാണ്. ഇതൊക്കെയാണ് എൻ്റെ കാര്യം. നമ്മുടെ വീട് സേഫാണ്, നമുക്കൊന്നും പേടിക്കണ്ട. ഈ മോള് ബാത്റൂമിൽ കയറി ഞാൻ ആരാണാവോന്ന് ഓർത്ത്. ശാലുവിനുണ്ട് അങ്ങനെ ഒരു പരിപാടി. അത് കഴിഞ്ഞിട്ട് എൻ്റെ മെമ്മറി അങ്ങനെ ഓല മെയ്യും. അപ്പോൾ ഈ തലേ ദിവസം വീട് പൊളിക്കും. വീട് പൊളിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നറിയുമോ, പിന്നെ നമുക്ക് കിടക്കാനൊരു സ്ഥലമില്ലല്ലോ, നിറച്ച് വേസ്റ്റ് ആവും വീടിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാനും എൻ്റെ അമ്പിരിയും എൻ്റെ താഴെ ആങ്ങളുണ്ട്, അവനൊക്കെ അവിടെ കൂടിയിട്ട് ഈ പഴയ ഓലയെടുത്ത് ചെറിയ മാടം പോലെ കിട്ടും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിരിക്കും രാത്രി കിടന്നുറങ്ങുക. കാരണം അമ്മയും അച്ഛനും മൂത്ത ആങ്ങളെയും ചേച്ചിയും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമുക്കൊന്നും പേടിക്കണ്ട. അങ്ങനെ കിടക്കും. അപ്പം ചെവിക്കകത്തൊക്കെ വല്ല പ്രാണി കയറി പോയിരുന്നു നമ്മൾ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വീട് മേയണ ദിവസം ഉണ്ടല്ലോ, കള്ളുണ്ടാവും. അതാണ് അന്നത്തെ പ്രത്യേകത. അപ്പം ഞങ്ങൾക്കൊക്കെ ഇത്തിരി കള്ള് കുടിക്കാൻ വരും. അതാണ് വീട് മേയുന്ന അന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകത, കള്ള് കുടിക്കാൻ കിട്ടും. പിന്നെ ഞങ്ങൾ 7ാം ക്ലാസ് വരെ പോയത് പന്നൂർ NSSൻ്റെ ഒരു UP സ്കൂളിലാണ്. അത് കഴിഞ്ഞപ്പോൾ ഹൈസ്കൂളിലേക്ക് മാറി. അതൊരു ക്രിസ്ത്യൻ വക സ്കൂളായിരുന്നു, പള്ളിവക സ്കൂള്. 12,000 കുട്ടികൾ അന്ന് തന്നെ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 10ാം ക്ലാസ്സിലെ പഠിത്തമൊക്കെ നിർത്തി. റിസൾട്ടൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മൂത്താമ്മ പറഞ്ഞു, പെൺകുട്ടികൾ ഇത്രയൊക്കെ പഠിച്ചാൽ മതി, പണിക്കിറങ്ങി. അങ്ങനെ ഞാൻ തൊട്ടടുത്തുള്ള ഒരു മുതലാളി വീട്ടിലേക്ക് പണിക്കായിട്ട് പോയി തുടങ്ങി. എൻ്റെ കൂടെയല്ല ഞാൻ പോകുന്നത്, അവിടെ സ്ഥിരമായിട്ട് പണിയെടുക്കുന്ന 3-4 ചേച്ചിമാരുണ്ട്. ഒരു ഏലിയാമ്മ ചേച്ചി, ഒരു മേരി ചേച്ചി, ഒരു ജാനു ചേച്ചി, പിന്നെ ഒരു ചേച്ചേട്ടൻ. ഇവരുടെയൊക്കെ കൂട്ടത്തിലാണ് പണിക്ക് പോണത്. നമുക്കന്ന് പ്രായം 16 വയസ്സുള്ളൂ. എന്നിട്ട് ഒരു വെയിലത്ത് പാടത്താണേലും പറമ്പിലെ റബ്ബറൊക്കെ, ചെറിയ റബ്ബറുകളൊക്കെ നട്ടിരിക്കുന്നിടത്തൊക്കെ വെയിൽ കൊണ്ട് പറയണ്ടല്ലോ, 16
വയസ്സായിരിക്കും കൊച്ചിൻ്റെ കാര്യം. അങ്ങനെ ഇവർ അന്ന് എന്തെങ്കിലും ഒരു തൂമ്പാപ്പണിയാണെങ്കിൽ രാവിലെ ചേട്ടൻ പറയും, വീട്ടിലെ ചേട്ടൻ പറയും, ആ, ഇന്ന് നിങ്ങൾ അങ്ങനെ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ഇവരൊക്കെ നല്ല അറിവും പഴക്കമുള്ള ആൾക്കാരല്ലേ. അവർ ചെന്നിട്ട് ആദ്യം തൊഴുത്തിൻ്റെ അവിടെയാണ് തൂമ്പുകളൊക്കെ വെച്ചിട്ടുണ്ട്. കയ്യുക്കുള്ളവൻ കാര്യക്കാരെന്ന് പറഞ്ഞ പോലെ ആദ്യം പോയിട്ട് പിന്നെ എടുത്ത് പറയേണ്ട കാര്യം, അവിടെ ഒരു പെൺ പെണ്ണിയടുത്തി പെണ്ണിയടുത്തി അങ്ങനെ വിളിക്കുന്നു, മറന്നു പോയിട്ട് ആദ്യം പോയിട്ട് കൈക്കിണങ്ങുന്ന ചെറിയ ചെറിയ തൂമ്പുകളൊക്കെ കൈക്കലാക്കും. ലാസ്റ്റ് ഞാൻ എടുക്കുമ്പം എന്നെക്കാളും എനിക്കൊരു ഹൈറ്റ് കുറഞ്ഞ ആളാണ്, എന്നെക്കാളും ഹൈറ്റുള്ള വലിയ വലിപ്പമുള്ള എടുത്താൽ പൊന്താത്ത തൂമ്പിയാവും എനിക്ക് കിട്ടുക. അങ്ങനെ ഒരു കാലം. അപ്പോൾ ആ കഷ്ടപ്പാടിലൊക്കെ ഞാനിങ്ങനെ ദൈവത്തോട് മനമൊരുക്കി പ്രാർത്ഥി, എൻ്റെ ഭഗവാനെ എന്നെ ഇതിൽ നിന്നൊന്ന് രക്ഷിക്കണേ, എനിക്ക് വയ്യല്ലോ. കാരണം എല്ലാവരും ഒപ്പം റബ്ബറിൻ്റെ ചുവടൊന്നും ചെത്തി നമ്മളങ്ങോട്ട് എത്തില്ല, നമ്മളെ ആരും സഹായിക്കാനും ഉണ്ടാവില്ല, എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ട് പോവാണ്. അങ്ങനെ ഒരു കാലം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഒരുപാട് സമയമായി. ഇന്ന് ഞാനിവിടെ ഇപ്പോൾ ഇതിവിടെ കട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് അടുത്തതായിട്ട് വീണ്ടും ഞാൻ പറഞ്ഞു തുടങ്ങാം കേട്ടോ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, എൻ്റെ വീഡിയോ കാണണം. എനിക്കിത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ.